ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു കല്യാണത്തിന് പോകുന്ന വീഡിയോ ആണ്. അപ്പം നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലിരിക്കുകയാണ് പോകാനായിട്ട്. ഞാനും സൂര്യ, പിന്നെ സൂര്യയുടെ കുഞ്ഞ്, പിന്നെന്താ തമ്പുരുമോൾ, അമ്മ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തമ്പുരുമോൾ പകുതിയായപ്പം വണ്ടി സ്റ്റാർട്ടാവുന്നതിന് മുന്നേ അവൻ്റെ വണ്ടി കയറി ചേട്ടന്മാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആ വണ്ടിയിലാണ് വരുന്നത്. അപ്പോൾ ആ വണ്ടിയിൽ വരുവാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ആ വണ്ടി നിൽക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ വണ്ടി എടുത്ത് നമ്മളിങ്ങനെ പോവുകയാണ്. സൂര്യ എന്ന് പറയുന്നത് ഉഷാമ്മയുടെ ചേട്ടൻ്റെ മോൻ്റെ ഭാര്യയാണ്, ഭാര്യയും കുഞ്ഞുമാണ്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവൾ. വണ്ടിയിൽ പോകാൻ നേരത്ത് ഭയങ്കര പാട്ടൊക്കെ കേട്ടിങ്ങനെ ഫുൾ ജോളിയായിട്ടിരിക്കുകയാണ് കുഞ്ഞ്. അപ്പം നമ്മളെത്തി. അങ്ങനെ അവൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. തമ്പുരുമോൾ ഉറങ്ങിയെന്നാണ് കേട്ടത്. ഇനി അവളെ പോയി എടുത്തുകൊണ്ട് വരണം. പിന്നെന്താ, ഇവിടെ വന്നപ്പോൾ ഞാൻ അവനോടൊരു ഹായ് പറയാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ഹായ് തന്നിട്ടുണ്ട് ഗൈസ്. പിന്നെന്താ, ഞാൻ അവളെ പോയി വാങ്ങി. ചേട്ടൻ്റെ കയ്യിൽ നല്ല ഉറക്കത്തിൽ കിടന്നായിരുന്നു. ഇപ്പോൾ എടുത്തപ്പോൾ അവൾ ഉണർന്നപ്പോൾ ചുറ്റും നോക്കുവാണ് ഗൈസ്, എവിടാ എന്തുവാന്നൊക്കെ. അപ്പം കണ്ണു തുറന്നപ്പോൾ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പ്രാണിക്കുടിയുടെ അവിടെയാണ്. മെയിൻ സാമ്പ്രാണിക്കുടിയല്ല, ഇത് മണൽ ജെട്ടി എന്ന് പറഞ്ഞിട്ട് 3 ജെട്ടി എന്തോ ഇല്ലേ. അപ്പോൾ അതിലൊരു ജെട്ടിയുടെ അവിടെയാണ് ഇത് നടക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ അമ്പലം. അപ്പോൾ ഇതാണ് നല്ല വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഷെയറായിട്ട് കാണിക്കുന്നുണ്ട് ഗൈസ്. ഇവർ തന്നെയാണ് എന്നോട് പറഞ്ഞത് പരിചയപ്പെടുത്തണമെന്ന്. എന്നിട്ട് വീഡിയോ എടുക്കാൻ നേരത്ത് എല്ലാവരും മാറി മാറി നിൽക്കുകയാണ്. അതാണ് ഉഷാമ്മയുടെ ചേട്ടൻ്റെ മോനും കുഞ്ഞും ഭാര്യയാണ്. പിന്നെ ഉഷാമ്മയും തമ്മിൽ എന്താണ്ട് കാഴ്ചയൊക്കെ കണ്ടിരുന്നൊക്കെ ഒന്ന് പറഞ്ഞ് നടക്കുവാണ്. അപ്പം നമ്മൾ നേരെ അവിടെ കാണുന്ന അവിടെ പോവാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ കല്യാണമൊന്നും കണ്ടില്ല. നമ്മൾ ചെക്കൻ്റെ സൈഡിൽ നിന്നാണ് വന്നപ്പം നമ്മൾ ചെക്കനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, കല്യാണത്തിൻ്റെ അന്നാണ് കാണുന്നത്. പിന്നെന്താ, ഇതുപോലെ ആരും ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കല്യാണത്തിന് പോയിട്ട് കല്യാണ പെണ്ണിനെ ചെക്കനെയൊക്കെ നിങ്ങരച്ചോരൊന്നും കാണാതൊക്കെ കഴിച്ചിട്ടൊക്കെ തിരിച്ച് വരുന്ന ആൾക്കാരുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല ഗൈസ്. നമുക്ക് ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് കുടിക്കാം ഗൈസ്, എന്നിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറേ പേര് വന്നതുകൊണ്ടും നമ്മുടെ കല്യാണത്തിന് വന്നത് എത്ര പേരുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര പേരുണ്ടെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ടൂറിസ്റ്റ് പ്ലേസിലുള്ള ആൾക്കാരുണ്ട്, ആരൊക്കെ എന്തൊക്കെയോ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം പകുതിയും പേരും അവിടെ കാഴ്ച കാണാൻ പോയി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം പകുതി വരെയൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അവിടെ പോയി കുറച്ച് നേരം കാഴ്ച കാണാമെന്ന് കരുതി. കല്യാണം തുടങ്ങുന്നതിന് മുന്നേ പോയി കുറച്ച് നേരം കണ്ടിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് കരുതിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി കണ്ട് ഐസ്ക്രീം വണ്ടി കണ്ടിട്ട് തമ്പുരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഐസ്ക്രീം എന്ന്. പിന്നെ അമ്മ അവളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ നിർബന്ധം കൂടും, അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കല്യാണം തുടങ്ങുമ്പോഴേക്കും ചെല്ലാമെന്നാണ് കരുതിയത്. പക്ഷേ അതൊന്നും നടന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ തമ്പുരുമ്പോൾ ഇവിടെ നിന്ന് വരുന്നതേ ഇല്ല. ഈ കാഴ്ചയൊക്കെ അത് കണ്ട് അവിടെ കുറേ പാർക്കൊക്കെ ഉണ്ട്. ആ സൈഡ് മൊത്തം കറങ്ങി അടിച്ച് നടക്കുവാണ്. നമുക്ക് തിരിച്ച് വരണമെന്നേ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കല്യാണം കാണാൻ മിസ്സായി പോയത് തന്നെ. പിന്നെന്താ, അതാണ്ട് ഇവിടെ കാര്യം പറച്ചിലൊക്കെ നടക്കുകയാണ് ഗീസ്. ഇവിടെ എല്ലാവരും ഉണ്ട്. പകുതിയും പേരും ഇവിടെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വന്നിരുന്ന് നല്ല അറ്റ്മോസ്ഫിയറാണ്, കണ്ടിരിക്കാൻ നല്ല അറ്റ്മോസ്ഫിയർ. അപ്പം ഈ സൈഡ് നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അനീഷിനോട് ഞാൻ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറയുകയാണ് ഗീസ്. പുറമേ ഗൗരവം കാണിക്കുന്നെങ്കിലും ഉള്ളിൽ ആ ഗൗരവമൊന്നും ഇല്ല കേട്ടോ. പിന്നെന്താ, അതാണ്ട് പകുതിയും കല്യാണത്തിന് വന്നവരാണെങ്കിൽ നിൽക്കുന്ന മൊത്തം പേരും അവരെല്ലാം കാഴ്ച കണ്ടവിടെ ഇരിക്കുകയാണ്. ഇവിടുന്ന് വരാൻ തോന്നത്തില്ല, നല്ല അറ്റ്മോസ്ഫിയറാണ്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ, തമ്പുരുമോൾ കണ്ട ഒരു മൂലയിൽ ആരെയും ശല്യമില്ലാതെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീസ്. പിന്നെ ഞാനും അമ്മയും ഒരു ഐസ്ക്രീം ഷെയർ ഇട്ട് കഴിക്കുകയാണ്. പിന്നെന്താ, കുറേ പേര് നമ്മുടെ വീഡിയോൻ്റെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് പ്രശ്നമുണ്ടെന്നുള്ള ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ വന്നിട്ട് ഒരു വിവോൻ്റെ ഫോണാണ്, അതിനാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കുറച്ച് അപാകതകളൊക്കെ ഉണ്ടെന്ന് അറിയാം. നമുക്ക് ബഡ്ജറ്റൊക്കെ ആകുമ്പോൾ നല്ലൊരു ഫോണൊക്കെ എടുക്കാമെന്ന് കരുതുന്നു ഗെയ്സ്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, അത്ര. പിന്നെന്താ, എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. പിന്നെന്താ, ഞാനും അമ്മയും ഒരു ഐസ്ക്രീമാണ് ഷെയർ ഇട്ടാണ് കഴിച്ചത് ഗെയ്സ്. പിന്നെന്താ, വീഡിയോ എടുക്കുന്നത് അമ്മയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപാകത നിങ്ങൾ കാണുന്നുണ്ട്. നല്ല ബ്ലാക്ക് ആയിട്ട് കാണുന്നത് അമ്മയെ എടുത്ത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ തമ്പിമോൾ ആർക്കും ശല്യമില്ലാണ്ട് ഒരു മൂലയിരുന്ന് കഴിക്കുകയാണ് ഗെയ്സ്. തന്നെ പിന്നെന്താ, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ 2 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ. ഇപ്പം ഞാൻ ഈ വോയിസ് എടുക്കുമ്പോൾ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കിളി ഇരുന്ന് ചിലയ്ക്കുന്ന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതും നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ കുറേയൊക്കെ നോക്കി, അപ്പം പുള്ളിക്കാരി ഒട്ടും സമ്മതിക്കുന്നില്ല. ആ കിളി നമ്മുടെ ചുറ്റും നിന്ന് തന്നെ ഞാൻ വോയിസ് ഇടുന്നതിൻ്റെ കൂടെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെച്ച പോട്ടെ, പുള്ളിക്കാരിയും വോയിസ് ചെയ്തോട്ടെ എന്ന് കരുതി.
പിന്നെന്താ തമ്മിൽമോള് കണ്ട ഡക്കിൻ്റെ അവിടെ ഇരുന്ന് കറങ്ങുന്ന കണ്ടു ഗൈസ്. അവിടെ ഫുൾ കറക്കമായിരുന്നു. ആ ഒരു ഫുൾ ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ഞാൻ കുഞ്ഞിൻ്റെ പേര് പറയാൻ വിട്ടുപോയി. അവളുടെ പേര് വന്നിട്ട് ആരാധ്യ എന്നാണ് വിളിക്കുന്നത്. പിന്നെന്താ ഞാൻ അവളെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അവളങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്. കാഴ്ചയൊക്കെ കണ്ട് അവൾക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആ സ്ഥലമൊക്കെ കണ്ടിരിക്കുക, നല്ല കാറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കാണാൻ നല്ല ഇതാണ്. പിന്നെന്താ ചേട്ടനെ വീഡിയോ എടുത്തപ്പോൾ പുള്ളിക്കാരൻ മറഞ്ഞു പോവാണ് ഗൈസ്, വീഡിയോ എടുക്കാതെ ഷൈ കാണിച്ചുകൊണ്ട് കേട്ടാ. പിന്നെന്താ തപ്പുമ്പോൾ അടുത്ത ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത സ്വിങ്ങിൽ കയറിയ ആടുകയാണ്. അവൾ ഇങ്ങനെ എന്തുവാ ഫുൾ ഹാപ്പിയാണ്. പാർക്കിലൊക്കെ വലിയ അങ്ങനെയാണല്ലോ പിള്ളേർ പാർക്കിലൊക്കെ കയറുമ്പം ഫുൾ ഹാപ്പി ജോളിയായിട്ടാണല്ലോ. പിന്നെ ഞങ്ങൾ വന്നിവിടെ ഒന്ന് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ തണലിൽ വന്നിരിക്കാൻ നല്ല രസമാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങി പോകുന്നത് അറിയത്തില്ല. അതുപോലെ നല്ല തണുപ്പുമുണ്ട്, കാറ്റുമുണ്ട്. ബീച്ചിലൊക്കെ പോകുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. ബീച്ചിലൊക്കെ എനിക്ക് തോന്നുന്നു വെച്ചാൽ സമയത്ത് വെയിലാണ്. ഇവിടെ വെയിലുണ്ടെങ്കിലും അതുപോലെ തണുപ്പുമുണ്ട്. നല്ല അറ്റ്മോസ്ഫിയർ കണ്ടിരിക്കുക രസമാണ്. പിന്നെ ഞാൻ എൻ്റെ പുറകെ ഒരു കുഞ്ഞിനെ കണ്ട ഐസ്ക്രീം കഴിക്കുന്നത്, അതങ്ങനെ ഒരെണ്ണം. പിന്നെന്താ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ 2 സംഭവങ്ങൾ കണ്ടത്. ചേട്ടൻ വന്നിരുന്ന് മറ്റേ നന്ദു വന്നിട്ട് ചേട്ടനോട് പറഞ്ഞ് കളിക്കാമെന്ന് അതിനകത്ത് കയറി ഇരിക്കാൻ കളിക്കാമെന്ന് പറഞ്ഞ് ഇരുത്തിയതാണ്. പക്ഷേ ചേട്ടനൊരു കോള് വന്നപ്പം ചേട്ടൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ചേട്ടൻ അതിലങ്ങ് മുഴുകിപ്പോയി കോളിൽ. പുള്ളിക്കാരൻ എത്ര നോക്കിയിട്ടും താഴുന്നില്ല. പിന്നെ ഇരുന്ന് കളിക്കണം. കുഞ്ഞു കുട്ടികൾക്കുള്ളതാ, വലിയവർക്ക് കളിക്കാനുള്ളതല്ലെന്നുണ്ട്. പറഞ്ഞിട്ട് കേൾക്കണ്ടേ, എന്തോ ചെയ്യാൻ. പിന്നെ ഇരുന്ന് പറയുന്നുണ്ട് ഞങ്ങൾ മാറി പിള്ളേർക്കുള്ളതാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവസാനം പിന്നെ മാറി രണ്ടെണ്ണവും ഇരുന്ന് ഇങ്ങനെ കൊച്ചു പിള്ളേരെക്കാട്ടി കഷ്ടമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് ഗൈസ്. പിന്നെന്താ അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ സദ്യ കഴിക്കാൻ ഇരിക്കുകയാണ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഓക്കെ. പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. പിന്നെന്താ നമ്മുടെ വീഡിയോ വന്നിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ ഗൈസ്.